ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം കേട്ടോ. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ചൂടല്ലേ, ഭയങ്കര ചൂടാണല്ലേ. അപ്പോൾ നമുക്ക് ഈ മധുരം ഇട്ട എന്തെങ്കിലും ജ്യൂസ് കാര്യങ്ങളൊക്കെ കഴിച്ച് ചില ആൾക്കാർക്ക് എന്താ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അത് കഴിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നല്ല ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ അത്. നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ക്വാഷ് ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് കഴിക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ആദ്യം നമുക്കൊരു 500 ഗ്രാം നെല്ലിക്ക വേണം കേട്ടോ. ആ നെല്ലിക്ക നല്ലപോലെ കുരു വളഞ്ഞ് ഇതുപോലെ അരച്ചെടുക്കുക. മിക്സിൻ്റെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക കേട്ടോ. നമുക്ക് ആവശ്യത്തിന് നെല്ലിക്ക എടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചെടുത്താണ് കേട്ടോ. എനിക്ക് ഇന്ന് കിട്ടിയ ഇത്രയും ചാറാണ് കേട്ടോ കിട്ടിയത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് കാണാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഉരുക്കിയെടുക്കണം. അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എത്രയാണോ നമുക്ക് നെല്ലിക്കൻ്റെ ചാറ് കിട്ടി അതിൻ്റെ ഇരട്ടി പഞ്ചസാര എന്നാണ് പറയുക. പക്ഷേ ഞാൻ അതിൻ്റെ ഇരട്ടി പഞ്ചസാര എടുത്തില്ല കേട്ടോ. അത്രയും അളവ് തന്നെ എടുത്തുള്ളൂ. കാരണം എനിക്ക് മധുരം അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഇത് പഞ്ചസാര ഉരുക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ പാനിലേക്ക് ആക്കിയത് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഉരുക്കിയെടുക്കാൻ വേണ്ടി. സാധാരണ ചിലരൊക്കെ ചെയ്യുന്നത് വെള്ളം ഒഴിക്കാതെ ഉരുക്കിയെടുക്കുക കേട്ടോ. വെള്ളം ഒഴിക്കാതെ തന്നെ പഞ്ചസാര ഉരുക്കി വന്നതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് അടി പിടിക്കുമെന്ന് ആലോചിച്ചിട്ട് കുറച്ച് വെള്ളം ചേർക്കും. പക്ഷേ ഞാൻ ആദ്യമേ വെള്ളം ചേർത്തിട്ടാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ കളറ് മാറുന്നതിനോട് അത്ര ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. പക്ഷെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഒരു കളർ മാറ്റം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ച് പഞ്ചസാര അല്ലേ ചേർക്കുന്നുള്ളൂ എന്ന് വെച്ചിട്ടും കൂടെയാണ് കേട്ടോ അങ്ങനെ ചെയ്ത്. അപ്പം ഈ കരിഞ്ഞു കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ ഉരുക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അതും കുഴപ്പമില്ല. ഒരു 2 സ്പൂൺ 3 സ്പൂൺ വെള്ളമൊക്കെ ചേർത്താലും മതി. പിന്നെ മധുരം ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നെല്ലിക്കേൻ്റെ നീരുമൊക്കെ അങ്ങനെ തന്നെ ചെയ്യാം. നല്ലപോലെ പഞ്ചസാര ഉരുക്കിയതിന് ശേഷം ഈ നെല്ലിക്കേൻ്റെ ജ്യൂസ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തിളയ്ക്കാൻ വയ്ക്കാം. എന്നിട്ട് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഓരോരുത്തരെ എന്താ പറയുക സ്റ്റൗവിൻ്റെ ഫ്ലെയിം അനുസരിച്ചിട്ട് വെച്ചാൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് വറ്റി വരണം. നമ്മൾ ആദ്യം എത്ര ജ്യൂസ് എടുത്തതിനോ അത്രയും ആയി വരണം കേട്ടോ, വറ്റിയിട്ട്. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഉരുക്കി, അപ്പം അതുകൊണ്ടും കൂടിയാണ് കേട്ടോ അങ്ങനെ വരണത്. അപ്പം ആ വെള്ളം കൂടെ വറ്റാനുണ്ടാവുമല്ലോ. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വരാൻ വേണ്ടി കേട്ടോ. ഇനി ഗ്രാമ്പൂവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1-2 ഇട്ട് കൊടുക്കുക. 2 കൂടുതൽ എന്തായാലും ഇടണ്ട കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരൊഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ചായതുകൊണ്ട് അരമുറി ചെറുനാരങ്ങയോ 1 ചെറുനാരങ്ങയോ മതി. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ 2-3 ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചാൽ നല്ലതാട്ടോ. മാത്രമല്ല നല്ല ഹെൽത്തിന് നല്ലതാണ് ചെറുനാരങ്ങ ആയാലും നെല്ലിക്ക ആയാലും ഒക്കെ തന്നെ. പഞ്ചസാര കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊന്നുകൂടെ ബെറ്റർ ആവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഹെൽത്തിന് ഇതാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ടേസ്റ്റിനാണെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടി ചേർക്കാം. കുട്ടികൾക്കൊക്കെ നെല്ലിക്ക കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണല്ലോ. അപ്പോൾ ഈ ചില കുട്ടികൾക്ക് അതിൻ്റെ ആ ടേസ്റ്റ് പറ്റില്ല. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു ഡ്രിങ്ക് കേട്ടോ അത്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊക്കെ കഴിക്കും. ഇപ്പം ചൂടത്താകുമ്പോൾ കുറച്ചൊക്കെ തണുപ്പ് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പം വരില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ നെല്ലിക്ക ശരീരത്തിൽ എത്തുകയും ചെയ്യും. നെല്ലിക്കേൻ്റെ എല്ലാ ഒരു വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഇതൊരു നല്ല പരിപാടിയാണ്. ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കലുണ്ട് ഇപ്പോൾ ചൂടായതിന് ശേഷം. അപ്പോൾ ഇത് വറ്റി വന്നാണ്ടില്ലേ, ഇത്രയും നമ്മൾ അതിൻ്റെ ചാറ് എത്ര ഉണ്ടായിന് അത്രയും വറ്റി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അതൊരു 20 മിനിറ്റൊക്കെ എടുത്തിട്ടാണ് വറ്റിയത്. പിന്നെ നമുക്ക് അതൊന്ന് എങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കാം കേട്ടോ. കുറച്ച് ഞാൻ എന്താ പറയുക ഒരു കൂടുതൽ മധുരം വേണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അത്ര അങ്ങോട്ട് കട്ടിക്ക് വറ്റിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിന് എത്ര കട്ടി വേണോ അതിനനുസരിച്ച് വറ്റിക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിൽ ഇനി വേണമെങ്കിൽ നമുക്ക് കുരുമുളകിൻ്റെ പൊടി, പിന്നെ അതുപോലെ ഒരുപാട് സാധനങ്ങൾ ജീരകം ഒക്കെ ചേർത്തിട്ട് ചെയ്യുന്നു കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ച് വറ്റിക്കുന്ന സമയത്ത് ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ടാക്കും. അത് കുട്ടികൾക്കൊന്നും കൊടുക്കുമ്പോൾ അതെങ്ങനെ അവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യൽ കേട്ടോ.
എന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്യുമ്പോഴാണ് എനിക്ക് മാത്രമല്ല ഇതിന് വേറൊരു ബെനിഫിറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള മധുരമുള്ള വെള്ളം കുടിച്ച പോലെയല്ല, ദാഹം മാറിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്ര എനിക്ക് അനുഭവമുള്ള, എനിക്ക് മധുരമുള്ള എന്ത് വെള്ളം കുടിച്ചാലും എനിക്ക് അത്ര അങ്ങോട്ട് എന്താ പറയുക ഒരു ഇഷ്ടമാവില്ല കേട്ടോ. കാരണം പിന്നെയും ദാഹിക്കുക ചെയ്യല്. പക്ഷെ ഇത് കുടിക്കുമ്പോൾ എനിക്ക് അങ്ങനെയല്ല ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു വേനൽക്കാലം മൊത്തം എനിക്ക് ഒരു എന്താ പറയുക ജ്യൂസായിട്ടോ ഇനി സർബത്തായിട്ടോ, ഇതൊരു സർബത്താണ് കേട്ടോ, നെല്ലിക്ക സർബത്ത് എന്ന് പറയും. കാരണം നമ്മൾ എന്താ പറയുക നന്നാരി സർബത്ത്, നെല്ലിക്ക സർബത്ത്, അങ്ങനെ കുറേ സർബത്തുകളുണ്ടല്ലോ, അതിൽ കൂട്ടത്തിൽ പെട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് കുടിക്കുകയാണെങ്കിൽ മധുരം കുറച്ച് വേണ്ടിയവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി കൂടുതൽ മധുരം ഇട്ട് ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനൊരു ബോട്ടിലേക്ക് മാറ്റി വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഞാൻ ഉണ്ടാക്കിയ ഒരു ബോട്ടിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേട്ടോ. സൗണ്ടൊക്കെ കുറച്ച് ഡാമേജായി നിൽക്കാറുണ്ട്, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് വിചാരിക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയതിൽ ഞാൻ കുറച്ച് കൂടുതൽ പഞ്ചസാരയും ചേർത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളറ്. അതുപോലെ ഉരുക്കിയ രീതിയും വെള്ളം ഒഴിക്കാതെ കുറച്ച് ഉരുക്കിയതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിന്. അപ്പം അത് കുട്ടികൾക്ക് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് എനിക്ക് ഇത് കുടിക്കുമ്പോൾ മധുരം കൂടുതൽ തോന്നിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.